ആൾക്കാർ ഷൂപ്പ് ചെയ്യാൻ വരുന്നൊരു സ്ഥലത്ത് ക്യാമറയും പൊക്കി പിടിച്ച് പോകാമെന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നാലും ബെനിങ്ങി നോക്കി ബെനി വാ നിത്യ കുളിച്ചിരിക്കുന്നു. അയ്യോ ഈ കപ്പ് കണ്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്ക്. അച്ചുവില്ല ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ക്യാമറ തന്നെ. അയ്യോ വീഡിയോ. ഹലോ, this is Sonu Ben with my little Benny. She is my plum patty. എവിടെ പ്ലം പാറ്റി? എവിടെ പ്ലം പാറ്റി? ഇവിടെ ഇരിക്കണ്ടോ? ഹായ് പറ. ഹായ് 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 എന്ന് പറ. ഹായ് പറ ബെനി. എന്നാ ബെനി പറയണ്ട. ബെനി ഇനി ആരും മൈൻഡ് ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ സൺഡേ ആയിക്കൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങളൊരു മീൽ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മീൽ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള ഗ്രോസറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. ഓണം വരുന്നത് കൊണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട് കുറച്ച് സ്കിൻ ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട്. വണ്ണം കുറയുന്നൊന്നും ഉറപ്പില്ല, പക്ഷേ ഞങ്ങൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് വെട്ടി തിളങ്ങി സമൂഹത്തിനൊരു മാതൃകയായി മാറും. അല്ലേ അഞ്ജലി? ബിരിയാണി കഴിച്ചിട്ട് ഇത് സ്ഥിരമായി ഞാൻ പറയുന്ന ഡയലോഗാണ്. അതിൻ്റെ 2-3 ദിവസം കഴിയുമ്പോൾ വെടിയും പോകുക എല്ലാം കഴിയും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഇച്ചിരിയും കൂടെ ആത്മാർത്ഥത കാണിക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരാഴ്ച പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഡീസെന്റ് ആയിട്ടുണ്ട്. ഒരാഴ്ച ഒരു ദിവസം കൂടി ഇല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്ക് ആൻഡ് സിവിൽ പോയി ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രോസറി ഒക്കെ വാങ്ങും. അതിനകത്ത് കുറച്ച് പഴവും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുകൊണ്ട് വരും. അതിനുശേഷം ഞങ്ങൾ ഒരു ഡിന്നറിന് പോകുന്നുണ്ട്. ഡിന്നർ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഡിന്നർ കഴിക്കാനാണ് പോകുന്നത്. നിത്യയുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ വിശേഷങ്ങൾ കാണാം. ബൈ 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 പറ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ എടുക്കുന്ന വീഡിയോയിലെല്ലാം ഈ വഴി ചിലപ്പോൾ പരിചിതമായിരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വ്യൂ ആണിത്. വാവ്, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പാക്ക് ആൻഡ് സേവിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ എവേ ആണ് ഈ പറയുന്ന പാക്ക് ആൻഡ് സേവ്. അങ്ങോട്ടേക്കുള്ള വ്യൂ ആണിത്. നല്ല രസമുള്ള ഉണങ്ങിയ മരങ്ങൾ. ഇവിടെ ഇലയൊക്കെയുണ്ട്, പക്ഷേ ഇത് വിൻ്റർ ആയതുകൊണ്ട് ഇതിങ്ങനെ കൊഴിഞ്ഞു നിൽക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. അങ്ങനെ ഇല കൊഴിയുന്ന ശിശിരമാണ് ഇവിടെ. കംപ്ലീറ്റ് ഇലയും കൊഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തളിർക്കും പൂക്കും കായ്ക്കില്ല എന്ന് തോന്നുന്നു. തളിർക്കും പൂക്കും. അത് നിങ്ങളെ ഞാൻ പിന്നത്തെ വ്ലോഗിലൊക്കെ കാണിക്കാം. ബെനി അമ്മയോട് പിണക്കാണോ? മുഖം മൂടിയിരിക്കുകയാണ് ബെനിയെ. ബെനീനെ അമ്മ വഴക്കു പറഞ്ഞു അനാവശ്യമായിട്ട് വായിച്ചു പിടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് ബെനി മുഖം മറിച്ചിരിക്കുകയാണ്. അമ്മയുടെ വീഡിയോയിൽ മുഖം. അതെ 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 വൈറ്റ്. അത് ശരിയാട്ടോ. അങ്ങനെ പാക്ക് ആൻഡ് സേവിൽ എത്തി ഞങ്ങൾ. അയ്യോ, പാക്ക് ആൻഡ് സേവിൽ എത്തുമെന്ന് പറയുമ്പോൾ ബെനിക്ക് ഏതാണ്ട് തറവാട്ടിലെത്തിയ ഫീല. ഇത്രയും സന്തോഷം ബെനിക്ക് വേറെ ഒന്നിലുമില്ല. പാക്ക് ആൻഡ് സേവിൻ്റെ ആ മഞ്ഞ കളറും ആ എംബ്ലവും കൂടെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവിടെ പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ വാരിക്കോരി എടുക്കാം, പക്ഷെ നമ്മൾ സമ്മതിക്കാറില്ല. എന്നാലും അവൾക്ക് എന്തോ കുറേ സാധനങ്ങൾ വാരി എടുക്കാൻ വന്ന പോലെയാണ് അവളുടെ ഫീല്. ചെറുത് മതിയായിരിക്കും. ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ നമ്മൾ വാങ്ങുന്നത്. ബെഞ്ചമിൻ ട്രോളി എടുക്കാൻ പോയി. കാരണം ഇവിടെ ഈ റിനോവേഷൻ നടന്നതുകൊണ്ട്, റിനോവേഷൻ മീൻസ് ഈ പാക്ക് ആൻഡ് സേവിൻ്റെ റിനോവേഷൻ നടന്നതുകൊണ്ട് ഒരു സൈഡിൽ ഇപ്പോൾ ട്രോളികൾ അങ്ങനെ സ്റ്റോക്കില്ല. അപ്പം നമ്മൾ ദൂരെ പോയി എടുത്തുകൊണ്ട് വരണം. ഇവിടെ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ബട്ട് നാട്ടിൽ ചാക്കി മേടിച്ചിട്ട് തലയിൽ ചുമന്നുകൊണ്ട് വരുന്ന ആ ബുദ്ധിമുട്ടില്ലേ, അതില്ല എന്തായാലും.
നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. നോക്കട്ടെ നിന്റെ മുഖം കണ്ടേ, കാണിച്ചേടി. വാ അതിലിരിക്കാൻ പറ്റത്തില്ല. നോക്ക്. വാ, അതിനകത്തിരിക്കാൻ സ്പേസ് ഇല്ല. അയ്യോ, അഞ്ജലിക്ക് പണി കിട്ടും. അല്ലെങ്കിൽ അവള് നടക്കുകയുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് അതൊന്നും എടുക്കാനുള്ളതല്ല. വാ, അമ്മ എന്നെ എടുക്കുന്നേ, അമ്മ എന്നെ പിന്നെ എടുക്കുന്നേ. നിങ്ങൾ കണ്ടോ, ന്യൂസിലാൻഡിൽ ഒരു കുക്കുംബർ. ഈ കുക്കുംബറിന് വില 150 രൂപ ഒരെണ്ണത്തിന്. അതിപ്പോൾ വില കുറവാണിതിന്. എന്നിട്ട് കണ്ടോ, നല്ല പിങ്ക് കളറിലെ പൊട്ടറ്റോ. ഉരുളക്കിഴങ്ങ് കണ്ണു ഇടിക്കില്ല. ബനാന കണ്ടോ, ഇതാണ് ഇവിടെ ആകെ കിട്ടുന്ന ബനാന. ദിയേ, അത് തൊട്ട് വെച്ചിട്ട് വേണ്ടെന്ന് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ എന്നാ വേണ്ട, അമ്മ എടുത്ത് അത് പറ്റത്തില്ല. നോ നോ നോ, അത് വീട്ടിലുണ്ട്. അത് വീട്ടിലുണ്ട്. ഇത് വേണം എടുത്തോ. ഇത് എടുക്ക്. വാ ഇവിടെ. നോ ബെനി, അത് വാങ്ങാൻ പറ്റത്തില്ല. എനിക്കത് വീട്ടിലുണ്ട്. അത് പറ്റില്ല, അത് പറ്റില്ല. എന്തെങ്കിലും ഇവരിങ്ങനെ നിരത്തി വെച്ചേക്കുന്നേ അല്ലേ? അല്ല, ആവശ്യമില്ലാത്ത സാധനം. ഉള്ളവർക്ക് ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഇടയ്ക്ക് കടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് കുട്ടികൾക്ക് നല്ലതല്ല. ആ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ലാത്തതാണ്. അവരവിടെ എന്താണാവോ കൊണ്ടുവച്ചത്? അവർക്ക് തെറ്റ് പറ്റിയതായിരിക്കുള്ളൂ. പിള്ളേർ ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവച്ചേക്കണം. ഏത് ഉരുട്ടിരിക്കണതും കളർഫുള്ളായാലും മതി. വേറെ സാധനം അമ്മ മേടിച്ചു തരാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള. ഇത് മേടിച്ചു. എന്റെ പാങ്ങി വിളിക്കണല്ലേ കൊച്ചെ. നോ 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 നോ. ഇങ്ങനെ കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എനിക്ക് ഒന്നായിട്ടൊന്നും വേണ്ട. ഗുഡ് ഗേൾ. അമ്മ ഇത് വാങ്ങിച്ചു തരാം. ബെനിങ്ങി നോക്കി, ബെനി
ബെനി ബെനി തന്നെ ഇറങ്ങി നടന്നേ. ഈ സെക്ഷനും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. വേണോ വേണോ? ദിസ് വിച്ച് വൺ? ബെനി ബെനി എടുക്ക്. ബെനിയുടെ വൈപ്സ് എടുക്കാം. ഓക്കെ, പോയി എടുക്ക്. ഏതാ ബെനിക്ക് വേണ്ടേ? എന്നാ ആ കാണിച്ചേ. ഇത് ബെന്നിയുടെ വൈപ്സ് ആണോ? മുഖം നോക്കുന്ന നോട്ടം കണ്ടോ? ബെനി അതവിടെ വെച്ചോ. അയ്യോ കുത്തല്ലേ ബെനി. വേണോ? ഇതിലും നല്ല മറ്റേ 6 എടുക്കുന്നതായിരിക്കും. അത് $3-4 ആകും. ബാ ബെനി, ദേ അമ്മ എന്തേ? ബെനി അമ്മ പോയി. ആ അമ്മയോട് വരാം, ട്രോളിയുമായിട്ട് വരാം, എന്നാലേ എടുക്കാൻ പറ്റൂ. ട്രോളിയുമായിട്ട് വരുമ്പോൾ എടുക്കാം. ചേട്ടാ കേക്കൊക്കെ എടുത്തോണ്ട് പോകുന്നു, നിർത്തുന്നില്ല. ചുമ്മാ തിന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നിത്യയുടെ വീട്ടിൽ പോകണം. നമ്മൾ കേരളത്തിലാണ് ഇത്ര സാധനങ്ങൾ മേടിക്കും അല്ലേ? ആ ഇവിടെ എല്ലാത്തിനും ഒരു മിനിമം ക്ലാസ് ലുക്ക് ഉണ്ടല്ലേ? ക്യാമറയിലൂടെ കാണുമ്പോഴേ എല്ലാത്തിനും ഒരു മിനിമം ക്ലാസ് ലുക്ക് ഉണ്ട്. ബെനി കാറിൽ കയറിയിരുന്ന് പിന്നെ അലമ്പ് തുടങ്ങി. കയറാൻ നേരത്തെ ഇറങ്ങാൻ നേരത്തൊക്കെ വെറുതെ അലമ്പുണ്ടാക്കി. ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല ഭംഗിയായിട്ട് പാക്കൻ സേവിൻ്റെ അകമൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് അത് ഫ്ലോപ്പായിപ്പോയി. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട്, പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ഷോപ്പ് ചെയ്യാൻ വരുന്നൊരു സ്ഥലത്ത് ക്യാമറയും പൊക്കി പിടിച്ച് പോകുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്നാലും അതെല്ലാം ഞാൻ മറന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ്. ഇനി വീക്ക് ഡേയ്സിൽ എന്നാലും കല്ല ആരെങ്കിലുമൊക്കെ കാണും. എല്ലാ ഷോപ്പിലും പോയിട്ട് നമുക്ക് പിന്നെ വേറെ ആളുകൾ അതിനകത്ത് പെടും. അപ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം നമ്മൾ
നോക്കണമല്ലോ. പിന്നെ ഇനി നമ്മൾ വീട്ടിലെ ഈ സാധനങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഈ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് നിത്യയുടെ വീട്ടിൽ പോകാം. കാരണം മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മീനൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് നിത്യയുടെ വീട്ടിൽ പോവാം എന്ന് വിചാരിക്കുന്നു. നിത്യയുടെ വീടെത്തി ഗൈസ്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ബെനി ബേബി ഉറങ്ങി, എടുത്തപ്പോൾ കരച്ചിലാണ്, ബഹളാണ്. തണുക്കണുണ്ടാവും മുഖത്ത് തണുപ്പിടിച്ചിട്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 6 മണി ആയതുള്ളൂ. പക്ഷെ കൂരിരുട്ട് കണ്ടാൽ നമ്മൾ ഏതാണ്ട് പാതിരാത്രി 12 മണിക്ക് ഇവിടെ വന്നതാണ്. ഹായ്, ഫുഡ് റെഡി ആയിട്ടുണ്ടോ? അതോ എല്ലാം റെഡിയായി, നിങ്ങൾ വന്നാൽ മാത്രം. ഒക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ടേഴ്സ് റെഡിയായി, മെയിൻ കോഴ്സ് റെഡിയായി. ഇച്ചിരി കഴിഞ്ഞു പോയി, കുറച്ച് കറുത്തുപോയി. ചെന്ന് കയറിയപ്പോൾ തന്നെ പാൽ ചായ ഞാൻ കുടിക്കില്ല, എനിക്ക് ചായ ആൽമണ്ട് മിൽക്കിൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫുഡിലെ മായത്തെക്കുറിച്ചും അതിൻ്റെ തട്ടിപ്പിനെക്കുറിച്ചും വിപിൻ വിശദമായ ഒരു ക്ലാസ് എടുത്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ റെക്കോർഡ് ബട്ടൺ ഞാൻ ഞെക്കിയില്ല, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ടോക്ക്. അത് ഒരു 3-4 മിനിറ്റ് ഉണ്ടായിരുന്നു ആ ടോക്ക്. അതായത് ചപ്പാത്തി എല്ലാവരും ഇതുപോലെ നമ്മൾ തന്നെ പരത്തി ഇതുപോലെ ഇതാക്കി വെക്കാം, ഫ്രോസൺ ആക്കി വെക്കാം. ഇതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ വളരെ ഇത് വെച്ചാൽ അതല്ല ഇതിനകത്ത് അതിൽ ഈ ചപ്പാത്തിക്ക് ഞാനെന്നറിയോ ഇതിപ്പോ ഇങ്ങനെ ഓരോരോ പാക്കറ്റിനകത്ത് ഇരിക്കണേ. ഇത് ഓരോന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കളയാൻ തന്നെ എന്നാ പടം. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെന്നറിയോ പരത്തി ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം ഇതിനകത്ത് ഫ്രീസറിൽ എടുത്ത് വെക്കണം, പ്ലേറ്റ് വെക്കണം. അതെന്നറിയോ ഇപ്പൊ വാങ്ങി ഞങ്ങൾ ആദ്യം വെച്ച് ഇപ്പൊ വളഞ്ഞു പോയി, അപ്പൊ ചപ്പാത്തി വളഞ്ഞു. അല്ല, നിങ്ങൾ ഫ്രീസറിനകത്ത് ആദ്യം പ്ലേറ്റ് വെച്ചോ? പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിനകത്ത് ഈ സാധനം കയറ്റി വെക്കണം. അപ്പൊ ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ് എടുക്കുക. ഓക്കെ. അല്ല, ഓരോന്നിനും ഓരോ പ്ലേറ്റ് വെച്ചോ? ഇല്ല, മടങ്ങാതിരിക്കാൻ പ്ലെയിൻ. ഇതുണ്ടോ ചെറിയൊരു മടക്കം വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ മടങ്ങിയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം മനസ്സ് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ വെച്ചാൽ മതി. ഇപ്പൊ ഞാനിപ്പോ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 7% മാത്രമാണ് ഇതിനകത്ത് ഗോതമ്പ് അത് ആഡ് ചെയ്തുള്ളൂ. എല്ലാവരും ഉണ്ടല്ലോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കാം. അപ്പൊ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പകുതി സാധനം നമ്മൾ തിന്നില്ല. ഞാൻ ആലോചിച്ചത് ഇപ്പൊ 7% ബാക്കി ഇതിനകത്ത് നന്നായിട്ടും ഓയിൽ ചേർത്തിട്ടുണ്ട്, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരുണ്ട് പാം ഓയിൽ നന്നായിട്ട്, അതായത് ഈ സാധനം തിന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ടിരിക്കും, നന്നായിട്ട് ഓയിൽ ചേർക്കും. പിന്നെ ഇത് നമ്മള് കുറച്ചുകൂടെ ലേശം ഓയിൽ ചേർക്കണം. പക്ഷെ ഇത് നല്ല സോഫ്റ്റ്. പക്ഷെ വേറെ കാര്യമുണ്ട്, നല്ല നമ്മള് കുഴച്ചിട്ട് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചിട്ട് പരത്തുക. നമ്മള് അന്നേരം തന്നെ ചെയ്ത് നല്ല പശമ അതിന് ശേഷം പരത്തി കഴിഞ്ഞാൽ നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ അതേ സോഫ്റ്റ് സാധനം കിട്ടും. ഇത് ഞാൻ ചെയ്ത് സക്സസ് ആയ സാധനം. അത് തന്നെ ആൽമണ്ട് മിൽക്കി. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് വായിക്കാൻ പാടില്ല. റോ ഷുഗർ, ഇതുണ്ടോ സൺഫ്ലവർ ഓയിൽ, ഇതുണ്ടോ സൺഫ്ലവർ ഓയിൽ. നിങ്ങൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വായിക്കുക, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിന്. പക്ഷെ ഇതിനകത്ത് ഞാനൊരു കാര്യം അറിയാം, ഈ ആൽമണ്ട് മിൽക്കിനകത്ത് എത്ര % ഓയിൽ ചേർക്കണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇതിന് വിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എത്ര % ആണ് അതിനകത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ കമ്പനിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാൻ അവർ പറയുന്നത്. ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്യണ്ടേ എത്ര % ആണ് ഓയിൽ അതിനകത്ത് ചേർത്തേണ്ടത് മെൻഷൻ ചെയ്യണമല്ലോ. അപ്പൊ പറയണ അവര് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ്. ഞാൻ പറഞ്ഞു ഇപ്പൊ നിയമം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു മറ്റേ ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കുനാഫ ചോക്ലേറ്റ് ഒരെണ്ണം കണ്ട്, അതിനകത്ത് പിസ്തയുടെ സാധനമാണ്. പിസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.3% 1 കിലോ ഒരു പാക്കിനകത്ത് പിസ്ത. അണ്ട് അതിന്റെ പിസ്തയുടെ 3 പടം കൊടുത്തിട്ടുണ്ട്. ഇത് 0.3%-നാണ് ഇത്രയും വലിയ ഇതായിട്ട് കൊടുക്കുന്നത്. എന്ത് കാര്യത്തിനാണ്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗറാ, ഷുഗർ അല്ലാതെ അത് മെയിൻ ആയിട്ട് കൊടുക്കണ്ടേ. പക്ഷെ അതിന് പകരം ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് പിസ്തയുടെ ഇത് കൊടുത്തത്. അപ്പൊ അതുപോലെ ഇൻഗ്രീഡിയൻസ് വായിക്കുക, എന്നിട്ട് വാങ്ങിക്കുക.
അഞ്ജലി, നിങ്ങളിവിടെ എന്താ പരിപാടി? കളിക്കുകയാണോ? എനിക്ക് എന്നെ കളിപ്പിക്കണം. ഇതെന്നാ? നോക്കാൻ ഇവിടെ വന്നപ്പോൾ ഒരു ന്യൂസിലാൻഡ് വീട്ടിൽ വന്ന പോലെ അല്ലേ? നമ്മുടെ വീട്ടിൽ ഒട്ടും ഒരു ന്യൂസിലാൻഡ് വീടിന്റെ വൈബില്ലേ? കൗച്ച് ഇങ്ങനെ ഇരിക്കണ. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഞങ്ങൾ ന്യൂസിലാൻഡിലാണ്? പക്ഷെ ഞങ്ങളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല ഞങ്ങൾ ന്യൂസിലാൻഡിലാണെന്ന്. കണ്ടോ തടിയൊക്കെ അടുക്കി വെച്ചേക്കുന്ന കണ്ടോ? പറഞ്ഞു മറ്റേ ഇതുണ്ടല്ലോ യൂസ് ചെയ്തിട്ടുള്ള ഇത് മറ്റേ ഉണ്ടെങ്ങനെ വരും, പക്ഷെ ഇപ്പൊ വരുന്നില്ല. എന്നെ പറ്റിയൊന്നുമില്ല. ചെലപ്പോ വേണം. ഇപ്പൊ അതാ സ്പോഞ്ച് ബോള്. ഇത് വലിയ ആൾക്കാർക്ക് ഇടിച്ച് വെള്ളം കുറയ്ക്കാൻ പറ്റും. ഇതുണ്ട് മണലറിക്കണം. മണലറച്ച് കഴിഞ്ഞാൽ സാധനം നിവർന്ന് നിൽക്കും. മറ്റേ പഞ്ചിങ് ബോൾ പോലെ. വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നിൽക്കുവോ? ചിലപ്പോ എങ്ങാനും ലീക്ക് വന്നാൽ അതിന്റെ അകത്തൊരു ക്യാപ്പും കൂടെ ഉണ്ട്. ആദ്യം മണൽ നിറച്ചിട്ട് വേണം ഇത് ചെയ്യാനൊരു സ്വിമ്മിംഗ് പൂൾ ആണെന്ന് വിചാരിച്ചിട്ട് സാധനം ബെനി ഇച്ചു ചേച്ചിയുടെ പുറകെ ഇരുന്നോ? വെട്ടിയോ? മുടി വെട്ടിയോ? ആരെ വെട്ടിയേ? എപ്പ വെട്ടി? ഇച്ചു ബെനീനെയും കൂടി ഇരുത്താവോ? രണ്ടുപേരും ഇരുന്നോ? ഇരുന്നോ ബെനി? നല്ല മാച്ചിങ് അല്ലേ? ആ സാധനവും കറക്റ്റ്. പിങ്ക് ബ്ലൂ. പിങ്ക് ബ്ലൂ. ഏത് കണ്ട? കാര്യങ്ങളൊക്കെ അറിയാം. അവിടെ പോയി നിൽക്കാം, എന്നാലേ കാണൂ. അതിന്റെ മേലെ കേറി ഇരിക്കാനാണ് നോക്കുന്നത്. അത് മറ്റേ ആക്ച്വലി മറ്റേ പ്രഗ്നൻസി ബോളാണോ? അല്ലല്ലേ? ബോൾ പോലെയാണ് അവള് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചേട്ടൻ വല്ലതും ചെയ്യുന്നതായിരിക്കും. വാവ്, നിത്യ കുളിച്ചിരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട്. ഓ, ഇതിന്റെ ബിഗ് സൈസും സ്മോൾ സൈസും ഉണ്ടോ നിങ്ങക്ക്? ഇതെവിടെ നടി? ഷീൻ. $11. അന്ന് എനിക്കും കുറച്ച് ഷീനിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അങ്ങോട്ട് വരാ, സമാധാനായിട്ടിരുന്ന് കഴിക്കാലോ. എന്തെങ്കിലും അപ്പൊ സൂപ്പോ? അതെ അതെ, സൂപ്പ് ഉണ്ടാക്കടിച്ചില്ലേ? നമുക്ക് അവള് എന്താണ് ഡ്രിങ്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. നീ എന്താടി ഉണ്ടാക്കണേ? ഞാൻ സീ ഫുഡ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തത്. അപ്പോഴാണ് സൂപ്പ് വേണ്ട, റൈസ് ഐറ്റംസ്. റൈസോ? റൈസ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ ഇതെന്നാടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്കവറത്താണോ? ഇതാ വല്ല രുചിയും മണമൊക്കെ ഉണ്ടോ? നോക്കട്ടെ, രുചി വലുതായിട്ടില്ല. അതിന് ഉപ്പ് കുറവാ. പക്ഷെ കൊള്ളാം, നാട്ടിലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ വീട്ടിൽ വറുത്ത ചുള്ളിക്കമ്പ് പോലത്തെ ആ ഫീല്. ബെഞ്ചമിൻ കാല് നീട്ടിയിരിക്കുക, കാലുവേദന അത്രേ. അതെന്നും അതെ.
നമ്മുടെ ഷൂറാക്കും ആ ഏകദേശം ഇത് തന്നെയല്ലേ. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു ഭംഗി, അവിടെ ഇരിക്കുമ്പോൾ വേറൊരു ഭംഗി. നീ വന്നോടി നാട്ടിൽ വീട്ടിൽ ഒന്നുകൂടെ പറഞ്ഞേ. ചേച്ചി പറഞ്ഞു കുറേ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ഞാൻ പൂഴ്ത്തി വെച്ചേക്കായിരുന്നു. നാട്ടിൽ പോയി തിരിച്ചു വന്നത് ഒരു കൊല്ലമായി. ഈ ചക്കവറുത്ത് ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഞാൻ പല വട്ടം ഇവിടെ വന്നിട്ട് എനിക്ക് തന്നില്ല. ഇതിന് ഉപ്പില്ലാത്തോണ്ട് ഞാൻ എനിക്ക് തുടക്കം 2-3 കഴിച്ചു, പിന്നെ ഉപ്പില്ലാത്തോണ്ട് പിന്നെ തീരുന്നു. അതല്ല, കനച്ച അലുവ വരെ ഞങ്ങൾക്ക് വന്നു, എന്നിട്ട് ചക്ക തന്നില്ല. ഇങ്ങനെ പറഞ്ഞു കൊളാക്കണ്ട. ഇനി ഒരു ലക്ഷം സത്യം, ഇനി വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാ അവിടേക്ക് ഇരിക്കട്ടെ, കാലിലിട്ടിരിക്കുന്ന ചേട്ടന് കാല് നീട്ടിയിരിക്കണ്ടേ, കാല് ഞാൻ തീർത്തിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ ഓർത്തേ ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. എല്ലാരും ഇച്ചിരി ഷുഗർ കഴിക്കില്ലേ? ഇല്ല. പഞ്ചസാര കലക്കി തരാനാണോ? പഞ്ചസാര കലക്കി തരാനാണോ? അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ആ ഉണക്കൊക്കെ പോവാത്ത രസം സംഭവം. ചക്കയുടെ അല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് തോന്നണം. പിന്നെ മാത്രല്ല ഇത് ചക്കയുടെ പ്രായത്തിലല്ല, ഇതിനെ കാവലിരുത്തിയേക്കണോ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ. ഫുഡിന് ബോഡി ഗാർഡിനെ വെച്ചിട്ട് പോയോളൂ. അല്ലെങ്കിൽ ഈ ചക്ക, ഇങ്ങനത്തെ ചക്ക വേണം വറുക്കാൻ, എന്നാലാണ്. അപ്പൊ മൂക്കാണ്ട് എനിക്ക് മൂത്ത ചക്ക ഇഷ്ടം. പക്ഷെ ഇത് ഇച്ചിരി ഓവറായിട്ട് ഇതായിപ്പോയി. എന്റെ ഒരു ഇന്ന് ഉണ്ടാക്കി വയറുണ്ടായിട്ടുള്ള പരീക്ഷണമാണോ? പരീക്ഷണമാണോ? ഇന്ന് ആ എന്നിട്ട് പൈനാപ്പിളാണ് കൊടുത്തത്. ജിബി വന്നപ്പോ ഇല്ലേടി, ഞാൻ പൈനാപ്പിളാണ് കൊടുത്തത്. കേട്ടോ അതേ സാധനം ഓറഞ്ച് ഇട്ടുണ്ടാക്കി ഞങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാണ് നിങ്ങള്. പരീക്ഷണ വസ്തു നമ്മള് സോ ഗിനിപ്പിക്കാണ് ഞങ്ങൾ. ആരും കിട്ടുന്നില്ലല്ലോ വിഷമിച്ചിരിക്കും വരുന്നത്. വെള്ളം ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നതാണ് നല്ല രസം. നമുക്ക് തുറന്നു വരികയാണ് നല്ല സുഖമായിരിക്കും. ആരും തുപ്പിയിടാത്ത മിന്നാണോ ഇതൊക്കെ? ഇവിടെ നിന്ന് പല്ല് തേച്ച് തുപ്പുന്നതാണോ? നാട്ടിലാണെങ്കിൽ നല്ല വള്ളം കിട്ടും. ഒത്തിരി മിനിറ്റായ മിനിറ്റിന്റെ ചോദിക്കും ബിരിയാണിന്റെ ടേസ്റ്റ്. കുടിച്ചൊക്കെ ഹായ്, അഞ്ജലിയുടെ ഉടുപ്പിനും ആ ഡ്രിങ്കിനും ഏകദേശം ഒരേ കളർ. ഇച്ചിരി കൂടെ തണുപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ആയിരിക്കും. നമ്മള് മില്ലയും കുടിക്കുന്ന പോലെ തന്നെ അല്ലേ? പുളി ഉണ്ടായിരിക്കും. പുളി ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ട് പുളി ഉണ്ടായിരുന്നു. ഞാൻ വൈൻ ഗ്ലാസ് ഒഴിക്കട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഇതെടുത്ത് ചിലപ്പോൾ പിള്ളേർക്ക് വേണമെന്ന് പറയും. സാധാരണ ക്ലാസ്സിൽ പോരെ, ആഡംബരമൊക്കെ വേണോ? എടുക്കട്ടെ, നീ തന്നെ കഴുകി വെക്കണം, ഞങ്ങൾ വീട്ടിൽ പോകും. വാവ് വാവ്, കണ്ടോ അവളിപ്പോൾ ഉണ്ടാക്കിയ ആ ജ്യൂസാണ് അവിടെ ഇങ്ങനെ കുപ്പിക്കകത്ത് നിറഞ്ഞിരിക്കുന്നത്. അല്ലേ ഇതിനടി വൈൻ ഗ്ലാസ് അല്ലേ? പല സാധനങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. കൊച്ചിന് തിന്നാനുള്ള കണ്ണെങ്കിലും
പാക്ക് ഉണക്കി വെച്ചേക്കുന്ന പോലെ ഞാൻ മറ്റേ റോസ് പെറ്റിലൊക്കെ ഉണക്കി കൊണ്ടുവന്നു അവനെ തിന്നില്ല. ഇത് തിന്നത്തില്ല പിള്ളേര്. ഇത് പക്ഷെ നമുക്ക് ഹെൽത്തി ആയിരിക്കും. ഇതിങ്ങനെ വായി എനിക്ക് വേണ്ട, ഇത്ര ഹെൽത്ത് എനിക്ക് വേണ്ട. ഇതുണ്ടോ കണ്ണക്കായ? ഒരു ചേച്ചിനെ വിളിച്ച് പക്ഷേ ഇത് എന്നാ ഇനി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി വേണ്ട. പിള്ളേർ മാത്രമേ കഴിക്കത്തുള്ളൂ. അല്ല, നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ തോരൻ വെക്കാൻ പറ്റുമോ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട്? ഇല്ലടി, ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിയതാ. ഇത് വെച്ചാൽ ഇത് അരച്ചു കഴിഞ്ഞാൽ കുറുക്ക് പോലെ കുടിക്കാം. പക്ഷെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എന്നാ പറയണേ, വായിക്കകത്ത് ഇടുമ്പോ തന്നെ കുടിച്ച ഫീലില്ല, രുചിയും ഇല്ല, വികാരമില്ല. നോ വികാരം. അവരത് കുടിക്കാനായിട്ട് ചേട്ടാ നിങ്ങളേക്ക് ഇരിക്കാട്ടാ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കുടിച്ചോണ്ടോ അവരെ? ഇതിന്റെ ഉടായ്പ ബജിയാണോ ഇത്? ബജിയുടെ മുട്ട തീർന്നപ്പോ പൊട്ടറ്റോ ബജി ഞാൻ വെറൈറ്റി ആയിട്ട് നമ്മളെ തട്ടുകട ഇതില്ലേ മറ്റേ പെരുന്നാളൊക്കെ ഉള്ളി മുട്ട ഇന്നലെ ഞാൻ പറഞ്ഞു 5 രൂപ നമ്മളൊക്കെ ഇവിടെ കിടന്ന് അലക്കുമ്പോ പോലും ആൾക്കൊരു വില. ഞാൻ പറഞ്ഞായിരുന്നു ബെഞ്ചമിൻ ബ്രോനെ വിളിക്കാം. ബെഞ്ചമിൻ ബ്രോ, ഷുഗർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട, ബെഞ്ചമിൻ ചേട്ടനെ നാളെ ഡ്യൂട്ടിക്ക് പോകണം. ബെഞ്ചമിൻ ചേട്ടനോട് ചോദിച്ചോ, ബെഞ്ചമിൻ ചേട്ടൻ കുടിക്കണേ കുടിച്ചോ. ബെഞ്ചമിൻ തികഞ്ഞ ഒരു അവധിന് ഞാൻ ഫോർമാലിറ്റി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 3 ബജിയാണേ ഇത്. വില എത്രയാന്ന് എനിക്ക് ഓർമ്മയില്ല. പേടിയാവും മുട്ട പൊടിച്ച് കഴിക്കും. എനിക്ക് 2 പൊടിച്ചിട്ട് 2 സിംഗിൾ ലോക്കായിരുന്നു. ഞാൻ ഞാൻ ഭയങ്കര വിളിച്ചു ഇതെങ്ങനെ അട വെച്ച് കഴിഞ്ഞാൽ 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെ പറഞ്ഞു വരുന്നു. ഒരു ദിവസം പലഹാരം മേക്കിംഗ് ബ്ലോഗ്. ലഡു ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. ലഡു ഉണ്ടാക്കാൻ ഞാൻ വീട്ടിൽ നോക്കാം. നിന്റെ സാധനം ലഡു കഴിക്കാൻ പറ്റില്ല. ഈസി കാരണം പക്ഷെ അതിന് പൊടിക്കണ്ടേ? ചുമയുടെ മരുന്ന് കഴിച്ചോണ്ടുണ്ട്. പണ്ട് ഈ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു കൊയിനാവെള്ളം ഞങ്ങളൊക്കെ ചുമക്ക് മരുന്ന് ഒരു വെള്ളം തരും. ആ വെള്ളം ഇപ്പൊ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു സർക്കാർ ആശുപത്രിയിൽ. ഞാൻ കണ്ടപ്പോ കുടിച്ചപ്പോ എനിക്ക് മനസ്സിലായി കൊക്കക്കോള വിസ്കി കൂടെ ചെയ്തപ്പോഴേ മനസ്സിലാവുള്ളൂ. വയറ് നിറഞ്ഞു കേട്ടോ. അയ്യോ ഗ്ലാസ് പൊട്ടിക്കരുത്. കുടിച്ചോ. ഇതിൽ വേണോ?
ബെഞ്ചമിനങ്ങളെ വിളിച്ചോണ്ടോ അപ്പേനെയും ബെഞ്ചമിനങ്ങളെയും കഴിക്കാന്ന് പറ. എനിക്ക് അത് കഴിക്കുമായിരിക്കും ബെഞ്ചമിൻ, പറയാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് അഞ്ജലിക്ക് കൊടുത്ത അത്രയും തന്നെ മതി. പക്ഷെ അത് കഴിക്കാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഉള്ള പോലെ തോന്നുന്നു. ബെനി ചോറ് തരട്ടെ, അങ്ങോട്ട് നീങ്ങിയിരിക്കും. പ്ലേറ്റ് വലുതായോണ്ടാണോ ഒന്നും മനസ്സിലാകുന്നില്ലേ? എനിക്ക് ചോറ് വേണം. ഞാനിത് മാറ്റാം, ഇത് ഗ്ലാസ് മാറ്റണ്ടേ? ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ലല്ലേ, ഞങ്ങളെ സഹായിക്കും. ഇത് വേണോ ചൂട്? അപ്പേനെ വിളിച്ചോണ്ട് വാ. അപ്പേ ഫുഡ് കഴിക്കാന്ന് പറ. പായോക്കാം. അവരെവിടെ? എല്ലാവർക്കും ആയോ? ചേട്ടാ ബേബിക്ക് എടുക്കട്ടെ? പ്ലേറ്റിലാണോ? ചേച്ചിക്ക് എനിക്കാണോ? എനിക്കിഷ്ടല്ലേ? നാളല്ലേ ഉള്ളൂ. ബെനിക്ക് സെപ്പറേറ്റ് എടുക്കണ്ട, അവൾക്ക് വേണ്ട, ഞാൻ കൊടുത്തോണ്ട്. ഈ പ്ലേറ്റ് കൊള്ളാം. ഇത് എവിടെ നിന്ന് മേടിച്ചാ? ഈ റൈസ് നീ വെള്ളത്തിൽ ഇട്ടിട്ടാണോ അതിനകത്തൊക്കെ? പക്ഷെ ഇത് ഏത് റൈസാ, ഏത് ബ്രാൻഡാ? അതെപ്പോഴും ഇവന്ന് വിളിച്ചോണ്ട് ക്യാമറ ഒന്ന് കുറച്ച് തെച്ചേക്കാം. കുഴപ്പമില്ല. പാത്രം വേണോ? വാരി തരണോ? വരുന്നുണ്ട്. ഏതെന്റെ എനിക്ക് ഇത്ര വേണ്ട. ഏതാണോ? ബെനി കഴിക്കുന്നുണ്ടോ? എനിക്കിത് വേണം. ഈ സാലഡിന്റെ രുചി റൈത്ത കഴിക്കും. സ്പൂൺ എടുത്തത് റൈത്തക്ക് സവാള മതി, ചമ്മി കിട്ടിയില്ല. അച്ചപ്പം കുഴലൊക്കെ ഉണ്ടാക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. ഞാനല്ല ഓണത്തിന് ഈ വീട്ടില് ഉണ്ണിയപ്പം വെക്കുന്ന ചേട്ടാ ഇല്ലേ? ആണോ? ഞാൻ ചിപ്സും ചക്കരവരട്ടിയും കളിയുടക്കല്ല ഉണ്ട പോലെ ഇരിക്കുന്ന ബോള്. അതിനാണ് ചീടന്ന് പറഞ്ഞേ. ചീട വേറെയല്ലേ, ഷെല്ല് പോലെ ഇരിക്കുന്ന ഇവള് പറയുന്നു ചീര ഒക്കെ ഇട്ടിട്ട് ബോള് കടിച്ച പൊട്ടാത്ത കടിച്ച. എന്റെ പഴം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയില്ല മോനെ, അതൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടാ. വലിച്ചിട്ട് വയസ്സൊക്കെ ബജി എത്ര കഴിച്ചില്ലേ? മതിയല്ലേ, ചൊന്നു കഴിച്ചിട്ടില്ല. ഞാൻ ചെയ്തോളാം. അത് ഞാൻ അയ്യോ, ഈ കപ്പ് കണ്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്ക്. പിന്നെ അകത്ത് ആ സാധനമുണ്ട്. അടിപൊളി അല്ലേ? കുടിശ്ശേരി അഞ്ജലി. കപ്പ് കാണിച്ചേടി. വാ, ബട്ടർഫ്ലൈ കപ്പ്. ഇപ്പോൾ ബെനി ബേബി കണ്ടു കഴിഞ്ഞിട്ടുണ്ടത്തില്ല. ഇതിനകത്ത് എക്സ്ട്രാ ഒരു എന്നതാ ലെയറുണ്ട്. അത് സെപ്പറേറ്റ് ആണ്, രണ്ട് ഗ്ലാസ് ആണ്. വാവ്, ബ്യൂട്ടിഫുൾ. ഇതെവിടെ ചേച്ചി? ചേട്ടൻ എനിക്ക് മദേഴ്സ് ഡേക്ക് ഓർഡർ ചെയ്തെന്നാ. ഇത് അനങ്ങുന്നുണ്ടല്ലേ? ഇത് വരത്തില്ല. അത് എന്നാണെങ്കിലും നിന്റെ ഈ പ്രശ്നം തീർക്കാൻ പോകുന്നത് ഞാനാണ്. ബാക്കി അവിടെ ഉണ്ട്.